മക്കൾസ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാന്താര മൂവിയുടെ ഒരു റിവ്യൂ ആണ് കേട്ടോ. കാന്താര മൂവിക്ക് എന്ത് റിവ്യൂ കൊടുക്കാനാണ്? അത് ശരിയാണ്, വലിയ റിവ്യൂ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പടമൊന്നും ഒരു സിനിമയല്ല ഇത്. കീടിലം പടമാണ് ഗൈസ്, നൈസ് പടം. അതാ എന്തുവാ അവന്മാര് പടച്ചു വിട്ടേക്കുന്നുള്ളത്. ഒരു ക്ലാസ് മൂവി എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഈ അടുത്ത ക്ലാസ്സിന് മുകളിൽ ഞാൻ ഈ റീസെന്റ് ആയിട്ട് കണ്ട മൂവീസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പടം. ഞാൻ റീസെന്റ് എന്ന് പറയില്ല കേട്ടോ, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ ഗൂസ് ബംസ് ഒക്കെ ഇങ്ങനെ എണ്ണിട്ട് നിൽക്കായിരുന്നു. അതുപോലെ ഉള്ള ഒരു മൂവി ആയിരുന്നു. അതേപോലെയാണ് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണ മൂവി. ആ മൂവിയിലെ ഓരോരോ സംഭവങ്ങൾ, ഓരോരോ സീക്വൻസ് അതേപോലെ. എന്തായാലും അത് തിയേറ്ററിൽ തന്നെ പക്ഷെ പോയി കാണണം, അത് വേറെ കാര്യം. തിയേറ്റർ എഫക്റ്റ് എന്തായാലും കിട്ടണം. പടത്തിന്റെ ഫസ്റ്റ് ഹാഫില് കുറച്ച് ലാഗ് എന്ന് പറയാൻ പറ്റില്ല, ലാഗല്ല, കുറച്ച് ഇത്രയും ഹൈപ്പ് നമുക്ക് പുറത്തുനിന്ന് കിട്ടിയിട്ട് നമ്മൾ ഒരു പടം കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ആ ഹൈപ്പ് ഉണ്ടാവും. അതെ അതെ, ചേട്ടൻ എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇതാണ് ഈ പടത്തിലാണ് എത്ര ഹൈപ്പ് എന്ന്. അങ്ങനെ തോന്നും ചിലപ്പോ, കാരണം അത്രയും നമുക്ക് എല്ലാരും അത്രയും ഹൈപ്പ് കൊടുത്ത് വെച്ചേക്കാണ്. അപ്പൊ ആ ഒരു സാധനം തോന്നും. കാരണം ഇന്റർവ്യൂവിന് ശേഷമാണ് പടം നമ്മളെ വേറൊരു ലെവലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പ്രത്യേകിച്ചും അതിന്റെ ക്ലൈമാക്സിൽ ഒരു 45 മിനിറ്റ്സ് ഉള്ള ടൈമില് ഒരു രക്ഷയില്ല, ഒന്നൊന്നര മേക്കിംഗ്. നമ്മള് തിയേറ്ററിലാണെന്നുള്ളൊരു കാര്യം മറക്കും. ആ ഒരു ടൈമില് നമ്മള് ആ ഒരു സീക്വൻസിൽ നമ്മൾ ഉണ്ട് എന്നുള്ള ഒരു ഫീലില് അത് വരുത്തിയിട്ടുണ്ട് അവർ. അത് ആ ഒരു ഫീല് ഉറപ്പായിട്ടും വരും. അത് ഓരോ സീക്വൻസിലും ഓരോ സീനിലും ഒക്കെ ഉണ്ട്. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ ആക്ടിങ്, സ്റ്റോറിയും അതെ, ആക്ടിങ്ങും അതെ, ഒരു രക്ഷയില്ല, സൂപ്പർ. ആക്ടിങ് എന്ന് പറയാൻ പറ്റത്തില്ല, പുള്ളി അങ്ങ് അതിനകത്തങ്ങ് ജീവിച്ചങ്ങ്. അതെ, ഋഷഭ് ഷെട്ടി പോലെ അതേപോലെ വേറെ ജയറാമേട്ടിന് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, പുള്ളി ഓൾറെഡി ആ ലെവലിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും പുള്ളിക്ക് ഈ മൂവിയിൽ ഒരു അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു മെയിൻ റോളാണ് അത് കിട്ടിയത്. എനിക്ക് നല്ല സന്തോഷമുണ്ട് അതിനകത്ത്. അതെ, നമ്മുടെ മലയാളിനെ ആ ഒരു ഫിലിമിൽ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക സന്തോഷം നമുക്ക് തോന്നും. ആ ഒരു കൂട്ടത്തിലൊരു മലയാളിയുടെ മുഖം. എന്തായാലും ആ ഒരു ഋഷഭ് ഷെട്ടിയുടെ കാര്യം പറയണ്ട, കണ്ണും വിരലുകളും ഒക്കെ അഭിനയിക്കുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഓരോ മൂവ്മെന്റും. അതാണ് ഞാൻ പറയുന്നത്, തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു, ഞാൻ പറഞ്ഞ ഗൂസ് ബംസ് ഇല്ല, അത് കറക്റ്റ് നിങ്ങൾക്ക് ആ ഫീൽ കിട്ടത്തുള്ളൂ. നൈസ് പടം. അതിനകത്ത് ആക്ടിങ്ങും സ്റ്റോറി ലൈൻ, പിന്നെ സ്റ്റണ്ട്, എഡിറ്റിംഗ്, ഇതൊക്കെ ഫൈനാണ്, സൂപ്പർബാണ്. ആർട്ട് വർക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഓരോന്നും ഞങ്ങളത് കാണുമ്പോ തന്നെ പറയുമായിരുന്നു, ഈ ആർട്ട് വർക്ക് ചെയ്തവരെ അയ്യോ. അതെ, നൈസായിരുന്നു. അത്രയും ലാസ്റ്റ് 45 പോയിന്റ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, എന്റെ അടുത്തിരുന്ന ചേച്ചിയാണെങ്കിൽ ഫോണൊക്കെ ഉപയോഗിച്ചോണ്ടിരിക്കും, വാട്സപ്പ് ഒക്കെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് അത്ര നേരം. അപ്പൊ എനിക്ക് സ്ക്രീനിങ്ങിന് മൂത്രമടിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടായില്ല. ഈ ലാസ്റ്റ് 45 മിനിറ്റ്സ് ആയപ്പോഴേക്കും പുള്ളിക്കാരിക്ക് ഇതിന്റെ ഒരു വൈബ്, ഈ മൂവി ചേഞ്ച് ആവണ ഒരു സോൺ എത്തിയപ്പോഴേക്കും ആ ഒരു വൈബ് ആസ്വദിച്ച് തുടങ്ങിയപ്പോഴേക്കും പുള്ളിക്കാരി ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ടിരുന്ന്, പിന്നെ ഒരു പാട്ടൊക്കെ വന്നപ്പോഴേക്കും പുള്ളിക്കാരി സോങ്ങിന്റെ ഇടയ്ക്കൊക്കെ പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ ഇരുന്ന് താളൊക്കെ തട്ടി, പുള്ളിക്കാരി വേറെ ലെവലായി, വേറെ വൈബായി. അതെ, ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും അറിയാതെ എനിക്കിങ്ങനെ എണ്ണിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ എണ്ണിക്കാനൊക്കെ തോന്നുന്നൊരു സാധനമില്ലേ, അതൊക്കെ ഇങ്ങനെ അറിയാണ്ട് വരും. അപ്പൊ ചേട്ടൻ ഇങ്ങനെ തട്ടി, ആ തട്ട് കിട്ടിയായിരുന്നു. ചിലപ്പോ എനിക്ക് വേറെ ആൾക്കാരുടെ തട്ട് കിട്ടിയെന്നെ ഞാൻ എണ്ണിട്ട് നിൽക്കുമ്പോൾ. കുറെ നാൾക്ക് ശേഷമാണ് ഞാനൊരു മൂവി കണ്ടിട്ട് ഞാൻ കൈയടിക്കണത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നൈസ് വർക്ക്. അത് ശരിയാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് എന്നെ എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൂവീസ് ഒക്കെ ആണെങ്കിൽ ഞാൻ കൈയടിക്കും. ഞാൻ എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലാണ് എല്ലാവരും. അപ്പൊ ഞാൻ നോർമലി കൈയടിക്കും. എനിക്ക് ചെറിയ തമാശയൊക്കെ ആണെങ്കിൽ ഞാൻ ചിരിക്കും, ചെറിയ ഇമോഷൻ ആണെങ്കിൽ കരയും, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷെ നല്ലൊരു സാധനം കിട്ടിയാൽ മാത്രമേ ചേട്ടൻ കൈയടിച്ചപ്പോ തന്നെ മനസ്സിലായി. എന്തായാലും മസ്റ്റ് വാച്ച്, അത് മാത്രമേ പറയാനുള്ളൂ. തിയേറ്ററിൽ തന്നെ പോണം, അതും ഉടനെ പൊക്കോ. ഇപ്പോഴൊന്നും തിയേറ്ററിൽ നിന്ന് ആ പടം പോകത്തില്ല, എന്നാലും ഉടനെ പൊക്കോ. കാരണം ഇനി നമ്മള് കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന അനുസരിച്ച് അതിന്റെ ഓരോ ഷോർട്സും ക്ലിപ്സ് ഒക്കെ ഇറങ്ങാൻ തുടങ്ങും. എന്തായാലും അറിയാലോ, അങ്ങനെ ചെയ്യുന്ന കുറെ പേരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പം കൂടുതൽ ആ സിനിമയുടെ ഓരോന്നും നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് അത് തോന്നില്ല. ഞാൻ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ അതിന്റെ ട്രെയിലർ പോലും കണ്ടിട്ടില്ല. ജയറാമേട്ടൻ ആ ഫിലിമിൽ ഉണ്ടെന്ന് ഞാൻ ആ ഫിലിം കണ്ടപ്പോഴാണ് മനസ്സിലായത്. അത്രയ്ക്കും, കാരണം ഓരോരുത്തരും അതിനെ ഓൾറെഡി ഹൈപ്പ് കൊടുത്ത് വെച്ചേക്കാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും അറിയാണ്ട് എന്നാ പോയി കണ്ടേക്കാം എന്നുള്ള രീതിയിൽ പോയതാണ്. അതുകൊണ്ട് കൂടുതൽ ക്ലിപ്പിംഗ്സ് ഒക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇനി കാണുന്നവർക്ക് അത് കാണുമ്പോൾ വലിയ ഒരു സാധനം ചിലപ്പോ തോന്നണം എന്നില്ല. കാരണം ഇപ്പം അതിനകത്ത് ഇപ്പൊ ഞാൻ ഇറങ്ങി തുടങ്ങി, അങ്ങനെ ചെയ്യുന്നവരുണ്ട്.
അപ്പൊ അതെന്തായാലും മോശമാണ്. അങ്ങനെ ചെയ്യുന്നവർ എന്തായാലും അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. ബാക്കിയുള്ളവർ പോയി തിയേറ്ററിൽ തന്നെ പോയി ഡയറക്റ്റ് കണ്ടോന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. നിർബന്ധമായിട്ട് ചെയ്യണം, എന്നാലാണ് ആ പടത്തിനെ ഒന്നുകൂടി നിങ്ങൾ ഉയർത്തു. ഓൾറെഡി ഉയർന്നിരിക്കുകയാണ്, അതൊന്നുകൂടി ഉയർത്തു. കാരണം അവര് അതിന്റെ പുറകിൽ പ്രവർത്തിച്ചേക്കണത് നല്ല ഹാർഡ് വർക്കിലാണ് അവർ ചെയ്തേക്കുന്നത്. അത് നമുക്ക് ആ മൂവി കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ ചേട്ടാ സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സിനിമ കാണാൻ പറ്റിയതില്, ഞങ്ങൾക്ക് അങ്ങനൊരു സിനിമ തന്നതിന് ഇതിന്റെ കാന്താര മൂവിയുടെ ഹോൾ ടീമിന് ഞങ്ങളുടെ ഒരു ബിഗ് താങ്ക്സ്. ഗുഡ് വർക്ക്, നൈസ് വർക്ക്. അപ്പൊ ഇതുപോലുള്ള ഒരു സിനിമകള് ഇനിയും ഇറങ്ങട്ടെ എന്ന്, ഇതിന്റെ അടുത്ത ചാപ്റ്റർ അതെ അതെ അതെ, ഞങ്ങൾ എന്റർടൈൻമെന്റ് ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും അടുത്ത പാർട്ട് വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം, ഇനി എന്തായിരിക്കും എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ട്. നൈസ് വർക്ക്, ഡു വാച്ച്, എല്ലാരും കാണണം അല്ലേ? യെസ്, കാന്താര. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചേട്ടാ ബൈ ബൈ. ബൈ. വരാഹരൂപം ദൈവവരീഷ്ടം വരസ്മിത വദനം